മനുഷ്യർക്ക് ഉപകാരമുള്ളത് എന്തെങ്കിലും ഖുർആനിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ ഖുർആനിൽ വിശ്വസിക്കുമെന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ചുറ്റിടങ്ങളിൽ ഉണ്ട് എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ്. എത്ര പ്രതികൂലമായാലും സത്യമേ പറയാവൂ. 4:135 നിങ്ങൾ പരദൂഷണം പറയരുത്. 49:12 49:12 എന്ന് പറഞ്ഞാൽ അധ്യായം 49 12-ാമത്തെ സൂക്തം എന്നാണത്. മറ്റുള്ളവരെ പരിഹസിക്കരുത്. 49:11 അസൂയ വെക്കരുത്. 4:54 ചാരവൃത്തിയും ഒളിഞ്ഞു കേൾക്കലും അരുത്. 49:12 കള്ളസാക്ഷ്യം പറയരുത്. 2:283 സത്യത്തിന് സാക്ഷി പറയാൻ മടിക്കരുത്. 2:283 സംസാരിക്കുമ്പോൾ വിനയാന്വിതമായി ശബ്ദം താഴ്ത്തണം. 31:19 പരുഷമായി അഹങ്കാരത്തോടെ സംസാരിക്കരുത്. 3:159 മറ്റുള്ളവരോട് സൗമ്യമായ വാക്കുകൾ പറയണം. 20:44 ഭൂമിയിൽ വിനയത്തോടെയാവണം നടക്കേണ്ടത്. 25:63 നടത്തത്തിൽ അഹന്ത കാണിക്കരുത്. ഭൂമി പിളർക്കുമാറ് നടക്കരുത്. 31:18 അഹങ്കരിക്കരുത്. മറ്റുള്ളവരുടെ മനസ്സിനെ മുറിക്കുന്ന തരത്തിൽ അഹങ്കരിക്കരുത്. 7:13 അനാവശ്യമായ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തരുത്. 23:3 മറ്റൊരാളുടെ തെറ്റുകൾ കഴിയുന്നത്ര മാപ്പ് കൊടുക്കണം. 7:199 മറ്റുള്ളവരോട് ഔദാര്യത്തോടെ പെരുമാറണം. 4:36 അതിഥികളെ സൽക്കരിക്കണം. 51:26 പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കണം. 107:3 അനാഥകളെ സംരക്ഷിക്കണം. 2:220 ചോദിച്ചു വരുന്നവരെ ആട്ടിക്കളയരുത്. 93:10 വിഷമിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കണം. 2:273 ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞ് പാവങ്ങളെ പ്രയാസപ്പെടുത്തരുത്. 2:264 വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ അതേപടി തിരിച്ചേൽപ്പിക്കണം. 4:58 കരാറ് ലംഘിക്കരുത് നിങ്ങൾക്കെതിരായാലും. 2:177 തിന്മയെ നന്മ കൊണ്ടാവണം പ്രതിരോധിക്കേണ്ടത്. 41:34 നന്മയിലാവണം പരസ്പരം സഹകരിക്കേണ്ടത്. 5:2 തിന്മയിൽ സഹകരിക്കരുത്, നീതി പ്രവർത്തിക്കണം. 5:8 വിധി കൽപ്പിക്കുമ്പോൾ നീതിയായിരിക്കണം മാനദണ്ഡം. 4:58 ആരോടും അനീതി ചെയ്യാൻ അവരോടുള്ള വിരോധം നിങ്ങളെ പ്രേരിപ്പിക്കരുത്. 5:8 അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കരുത്. 6:152 സത്യവും അസത്യവും ഒരിക്കലും കൂട്ടിക്കലർത്താൻ പാടില്ല. 2:42 വഞ്ചകർക്ക് കൂട്ടുനിൽക്കരുത്. 4:105 സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. 4:135 പിശുക്ക് അരുത്. 4:37 അന്യന്റെ ധനം അന്യായമായി തിന്നരുത്. 2:29 അനാഥകളുടെ ധനം അപഹരിക്കരുത്. 4:10 ധനം ദൂർത്തടിക്കാൻ പാടില്ല. 17:29 ലഹരി നന്നില്ല. 5:90 മദ്യം അരുത്. 5:90 കൈക്കൂലി അരുത്. 2:188 പലിശ അരുത്. 2:275 വ്യഭിചാരത്തെ സമീപിക്കരുത്. 17:32 കൊലപാതകം അരുത്. 4:92 ചൂത് കളിക്കരുത്. 5:90 മറ്റുള്ളവർക്ക് പാഠമാകും വിധം കുറ്റവാളികളെ മാന്യമായി ശിക്ഷിക്കണം. 5:38 ഊഹങ്ങൾ അധികവും കളവാണതുകൊണ്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. 49:12 തിന്നുന്നതും കുടിക്കുന്നതും പരിധിക്കധികമാവരുത്. 7:31 ശവം, രക്തം, പന്നിമാംസം എന്നിവ നന്നില്ല. 5:3 ചൂതാട്ടം പാടില്ല. 5:90 ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. 2:60 മനുഷ്യർക്കിടയിൽ ഐക്യത്തിന് ശ്രമിക്കണം. 49:9 നിങ്ങൾ ഭിന്നിക്കരുത്. 3:103 ഉച്ചനീചത്വ ബോധം ഉണ്ടാകരുത്, ജാതീയത പാടില്ലെന്ന്. 49:13 ദൈവഭക്തിയാണ് ഏറ്റവും വലിയ മഹത്വം, ഭക്തനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. 49:13 പരസ്പരം കാര്യങ്ങൾ കൂടിയാലോചിച്ച് വേണം സാമൂഹികമായി മുന്നോട്ട് പോകുവാൻ. 42:38 ഇങ്ങോട്ട് യുദ്ധം ചെയ്താലല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിക്കരുത്. 2:190 യുദ്ധമര്യാദകൾ പാലിക്കണം. 2:191 യുദ്ധത്തിൽ നിന്ന് ചതിപ്രയോഗം നടത്തി പിന്തിരിയരുത്. 8:15 അഭയാർത്ഥികളെ സംരക്ഷിക്കണം. 9:6 മറ്റുള്ളവരെ കണ്ണടച്ച് അനുകരിക്കാൻ പാടില്ല. 2:170 സന്യാസം അരുത്. 57:27 നഗ്നത മറക്കണം. 7:31 ശുദ്ധി സൂക്ഷിക്കണം. 9:108 കോപം അടക്കി നിർത്തണം. 3:134 സമ്മതം കൂടാതെ അന്യരുടെ വീട്ടിൽ പ്രവേശിക്കരുത്. 24:27 മറ്റുള്ള രക്തബന്ധുക്കൾ തമ്മിൽ അനർഹമായി അഭിഹിതമായ വിവാഹം അരുത്. 4:23
മാതാപിതാക്കൾ മക്കൾക്ക് പൂർണ്ണമായി 2 കൊല്ലം മുലയൂട്ടണം. 2,233. മാതാപിതാക്കളോട് നന്മ ചെയ്യണം. 17,23. മാതാപിതാക്കളോട് മുഖം ചൊളിച്ച് സംസാരിക്കരുത്. 17,23. മാതാപിതാക്കളുടെ സ്വകാര്യ മുറിയിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. 24,58. കടം വാങ്ങുന്നവനും കൊടുക്കുന്നവനും എഴുതി വെക്കണം. 2,282. കടം വീട്ടുവാൻ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ വിഷമിക്കരുത്. 2,280. ഭൂരിപക്ഷം ആളുകൾ കൂടെയുണ്ട് എന്നുള്ളതല്ല ആത്യന്തികമായി സത്യത്തിന്റെ മാനദണ്ഡം. 6,116. സ്ത്രീകൾ മാന്യമായി ഒതുക്കത്തോടെ ജീവിക്കണം. 33. മരണപ്പെട്ടവന്റെ സ്വത്ത് കുടുംബാംഗങ്ങൾക്ക് അനന്തരം നൽകണം. 4,7. സ്ത്രീകൾക്കും സ്വത്തവകാശത്തിന് അർഹതയുണ്ട്. 4,11. സ്ത്രീയായാലും പുരുഷനായാലും കർമ്മങ്ങൾക്ക് ഒരേ അളവിലാണ് പ്രതിഫലം. 3,195. ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് പ്രയാസമാകും വിധം ലൈംഗിക സമ്പർക്കം അരുത്. 2,222. പ്രപഞ്ചങ്ങളെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കണം. 3,191. വിജ്ഞാനം നേടുന്നവർക്ക് ഉന്നത പദവി നൽകണം. 58,11. ഭരണാധികാരികളെ പ്രാപ്തി നോക്കിയാണ് തെരഞ്ഞെടുക്കേണ്ടത്. 2,247. ആരാധനാലയങ്ങളിൽ നിന്ന് ആളുകളെ തടയരുത്. 2,114. മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത്. 6,108. എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കണം. 2,285. സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത് സതുപദേശത്തോടു കൂടിയാവണം, ഗുണകാംക്ഷയോട് കൂടിയാവണം. 16,125. ആരാധനാ വേളയിൽ നല്ല വസ്ത്രമണിയണം. 7,31. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. 2,256. ഒരാൾക്ക് കഴിയാത്ത കാര്യം അയാളെ നിർബന്ധിക്കരുത്. 2,286. കഷ്ടപ്പാടുകളിലും വിഷമതകളിലും ക്ഷമ കൈക്കൊള്ളണം. 3,186. അനാചാരങ്ങൾക്കെതിരെ പോരാടണം. ഇന്നലെ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ മഹാനായ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ കേരളത്തിന്റെ മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിക്കലാണ് സമസ്തയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമെന്ന് പറയുകയുണ്ടായി. ആ കാര്യത്തിൽ സമസ്ത എത്രത്തോളം പ്രായോഗികമായി അത് നിറവേറ്റിയിട്ടുണ്ട് എന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സമസ്ത കേരളീയ ഉലമയാണ് മുസ്ലിം സമൂഹത്തിൽ ഏതൊക്കെയാണ് ആചരിക്കപ്പെടേണ്ട കാര്യങ്ങൾ, ഏതൊക്കെയാണ് ഉപേക്ഷിക്കപ്പെടേണ്ട സാമൂഹികമായ ദുശ്ശീലങ്ങൾ എന്നൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ആധികാരികമായി ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമെന്ന മുഖ്യമന്ത്രി മനസ്സിലാക്കിയതിൽ മുഖ്യമന്ത്രിയോട് പ്രത്യേകം കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സൂചിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങ് മനസ്സിലാക്കുന്നത് പോലെ മലയാള മുസ്ലിങ്ങൾ ഇനിയും മനുഷ്യത്വത്തോടുകൂടെ മാനവികതയോടുകൂടെ ഈ നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും രാഷ്ട്രനിർമ്മിതിക്കും അങ്ങേയറ്റം പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ ഇപ്പോഴും ബാക്കിയാവുന്നത്. അതിനെ പ്രേരിപ്പിക്കുന്ന മഹത്തായ ആശയമാണ് പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ. അനാചാരങ്ങൾക്കെതിരെ പോരാടണം. 5:63. വർഗീയത അരുത്. 49:13. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അവൻ നിർഭയത്വം നൽകും. 24:55. അള്ളാഹു കാരുണ്യവാനാണ്, അവനോട് പാപമോചനം തേടുക. 23:20. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. 39:53. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല. അലാ തഖ്നതു മിർ റഹ്മത്തില്ല. ഞാൻ ആ ചാട്ട് നമ്മുടെ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ചുരുക്കുകയാണ്. ഞാനിത് മുഴുവൻ വായിക്കാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജീവിതഗന്ധിയായ എന്തെങ്കിലും ഒരു ആശയം പരിശുദ്ധ ഖുർആനിൽ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാദങ്ങളിൽ നിന്ന്, വിമർശനങ്ങളിൽ നിന്ന് പിന്തിരിയും. എന്നിട്ട് ഖുർആനെ അംഗീകരിക്കുമെന്ന് അക്കാദമികമായി വന്ന് പറയുന്ന ഇവിടെയുള്ള പ്രബുദ്ധരായിട്ടുള്ള സമൂഹത്തിലെ ആളുകൾക്ക്, അല്ലെങ്കിൽ ഖുർആൻ വിമർശ സമൂഹത്തിലെ ആളുകൾക്ക് അവർ പറയുന്നതിനോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഇത്തരം വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളെ സംബന്ധിച്ച് നിഷ്പക്ഷമായി അവർ ആലോചിക്കുകയും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് വിനയാന്വിതമായി അപേക്ഷിക്കുകയാണ്.